ഹായ്, വിങ്സ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഐസോമറിസം എന്ന ചാപ്റ്ററിലെ തേർഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഒരു പുതിയ ടൈപ്പ് നോമൻക്ലേച്ചർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ സ്ട്രക്ചർ നോക്കാം. നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള അപൂരിതമായിട്ടുള്ള ഹൈഡ്രോ കാർബണിന്റെ നെയിമിംഗ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ആ ഒരു കാര്യം ഓർത്തു വെക്കുക. നമ്മൾ ടീച്ചർ ആദ്യമേ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ എക്സാമിന് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അതിങ്ങനെയായിരിക്കും ചോദിക്കുക, എന്താ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഒരു ഓർഗാനിക് സംയുക്തത്തിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന തന്നിട്ട് ഇവരുടെ IUPAC നെയിം അല്ലെങ്കിൽ IUPAC നാമം എഴുതാനായിരിക്കും എക്സാമിന് ചോദിക്കാം. അപ്പോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാല് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത് ഏത് കാറ്റഗറി ആണെന്ന് തിരിച്ചറിയണം. ഏത് വിഭാഗത്തിൽ പെടുന്ന കോമ്പൗണ്ട് ആണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ നെയിം ചെയ്യാനായിട്ട് പാടുള്ളൂ. അതായത് ഓരോ ടൈപ്പ് കോമ്പൗണ്ടിന്റെയും നെയിം ചെയ്യാനുള്ള ഓർഡർ ഒക്കെ ഡിഫറെന്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. സോ ആദ്യം തന്നെ ഏത് ടൈപ്പ് ആണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ നെയിം ചെയ്യാനായിട്ട് പാടുള്ളൂ. ഈ സ്ട്രക്ചറുകളൊക്കെ നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രക്ചറുകളാണോ? അല്ല, ഇവിടെ ബ്രാഞ്ചുകളില്ല. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ ഉള്ള കോമ്പൗണ്ടുകളാണ് അല്ലെ. കാർബൺ ആറ്റങ്ങൾക്കിടയില് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ വരാണെങ്കിൽ അത്തരം ഹൈഡ്രോ കാർബണുകളെ നമ്മൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ അപൂരിത ഹൈഡ്രോ കാർബൺ എന്നാണ് പറയാം. ഇത്തരം കോമ്പൗണ്ടുകളുടെ നെയിമിങ് കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 or 5 റൂളുകളൊന്നും ഇവിടെ ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂള്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓർഡർ ഒക്കെയാണ്. അപ്പൊ നമുക്ക് നെയിമിങ്ങിലോട്ട് കടക്കാം. അപ്പൊ നോക്കിയേ, ഇതിൽ ആകെ ഒരു റൂള് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. നോക്കാം, in the nomenclature of hydrocarbons with double bonds or triple bond. ഡബിൾ ബോണ്ടിന്റെയും ട്രിപ്പിൾ ബോണ്ടിന്റെയും കേസിൽ ഇതേ നിയമങ്ങൾ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. The numbering should be done in such a way that carbon atom linked by the double bond or triple bond gets the lowest position number. അല്ലെ, ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉള്ള ഹൈഡ്രോ കാർബണിന്റെ നാമകരണത്തിൽ ദ്വിബന്ധനം വഴിയോ ത്രിബന്ധനം വഴിയോ ചേർന്നിരിക്കുന്ന കാർബൺ ആറ്റങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യകൾ ലഭിക്കത്തക്ക വിധം നമ്പർ ചെയ്യേണ്ടതാണ്. അതായത് ഒരു ഹൈഡ്രോ കാർബണിന്റെ സ്ട്രക്ചർ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഈ ഹൈഡ്രോ കാർബണിലുള്ള കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ കൊടുക്കണം. നമ്പർ കൊടുക്കുമ്പോൾ നമ്മൾ ഒരേ ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഡബിൾ ബോണ്ട് ഉള്ള കാർബണ്, ദ്വിബന്ധനമുള്ള കാർബണ് അല്ലെങ്കിൽ ത്രിബന്ധനമുള്ള കാർബണ്, ട്രിപ്പിൾ ബോണ്ട് ഉള്ള കാർബണ് മിനിമം നമ്പറും കിട്ടുന്ന നമ്പറിംഗ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇത്ര എക്സാമ്പിൾ വഴി പറഞ്ഞുതരാം, അപ്പൊ കുറച്ചും കൂടെ മനസ്സിലാവും കേട്ടാ. അപ്പൊ നോക്കിയേ, തന്നിട്ടുള്ള സ്ട്രക്ചർ നോക്കാം. CH3 CH2 CH ഡബിൾ ബോണ്ട് CH CH3. ഓക്കെ, ഇങ്ങനെ ഒരു സ്ട്രക്ചർ കണ്ടു. അപ്പൊ നോക്കിയേ, ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതൊരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്, ഇതൊരു അപൂരിത ഹൈഡ്രോ കാർബൺ ആണ്. അപ്പോ ഇത്തരം കോമ്പൗണ്ടുകൾ തന്നാല് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ കൊടുക്കാം. നമ്പർ കൊടുക്കുമ്പോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും നമ്പർ ഇടണം. അപ്പൊ നോക്കിയേ, നമ്പർ കൊടുത്തു 1 2 3 4 5. നമ്പർ കൊടുത്തതിന് ശേഷം ഡബിൾ ബോണ്ട് ഉള്ള കാർബണിന്റെ നമ്പർ നോക്കുക. അതായത് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ നോക്കണം. ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ദ്വിബന്ധനം അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ത്രിബന്ധനത്തിന്റെ സ്ഥാനമാണ് നമ്മൾ നോക്കേണ്ടത്. നോക്കിയേ, എത്രാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണോ ഡബിൾ ബോണ്ട് വരുന്നത് അതാണ് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ നമ്പർ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ഏത് കാർബൺ ആറ്റം കഴിഞ്ഞിട്ടാണോ ഡബിൾ ബോണ്ട് വരുന്നത് ആ കാർബണിന്റെ നമ്പർ ആണ് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക, ഇതൊരു 1 വേ പോലെയാണ്. അതായത് ഈ ഡയറക്ഷനിൽ എണ്ണുമ്പോ ആ ഡയറക്ഷനിലുള്ള നമ്പർ മാത്രം ശ്രദ്ധിക്കാനായിട്ട് പാടുള്ളൂ. ഇങ്ങനെ നോക്കുമ്പോ നോക്കിയേ, മൂന്നാമത്തെ കാർബൺ അല്ലെ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാർബൺ. അത് കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട് വരണേ അല്ലെ. അപ്പോ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ നമ്മൾ 3 ആയിട്ടാണ് എടുക്കുക. ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ദ്വിബന്ധനമുള്ള കാർബണിന്റെ സ്ഥാനം 3 എന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നിർത്താൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യാ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ഇടാ.
റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ഇടാം. അപ്പൊ 1 2 3 4 5. അപ്പൊ നോക്കിയേ, ഇങ്ങനെ നോക്കുമ്പോ രണ്ടാമത്തെ കാർബൺ ആറ്റം കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട് വരണേ. അപ്പൊ നമ്മൾ 2 എഴുതി അല്ലെ. ഡബിൾ ബോണ്ട് ഉള്ള കാർബണിന്റെ പൊസിഷൻ, ദ്വിബന്ധനമുള്ള കാർബണിന്റെ സ്ഥാനം ഇവിടെ 2 വരാം. നമ്മൾ എന്ത് ചെയ്യണം? ഡബിൾ ബോണ്ട് ഉള്ള അല്ലെങ്കിൽ ദ്വിബന്ധനമുള്ള അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള കാർബണ് മിനിമം നമ്പറിംഗ് കിട്ടുന്ന നമ്പറാണ്, മിനിമം നമ്പർ കിട്ടുന്ന നമ്പറിംഗ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. 3ഉം 2ഉം നോക്കുമ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ 2 ആണ്. സോ 2 എന്ന നമ്പർ ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്പർ 2 ആണ്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇതേ ഈ ഒരു ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഓർഡർ എന്താണെന്ന് നോക്കാം. ഓർഡർ ആദ്യം നമ്മള് വേർഡ് റൂട്ട് എഴുതും. ആദ്യം നമ്മൾ എന്തെഴുതും? വേർഡ് റൂട്ട്. ഓർഡർ ഇവിടെ എഴുതി കാണിച്ചാട്ടെ. ആദ്യം നമ്മൾ വേർഡ് റൂട്ട് എഴുതും. വേർഡ് റൂട്ട് മലയാളത്തില് വേർഡ് റൂട്ടിനെ പദമൂലം എന്നാണ് പറയുന്നത്. മലയാളത്തിൽ എന്ത് പറയും? പദമൂലം. അതിനുശേഷം ഹൈഫൺ ഇടും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നമ്പറിനെയും ലെറ്ററിനെയും സെപ്പറേറ്റ് ചെയ്ത് ഹൈഫൺ വേണം. വേർഡ് റൂട്ട് കഴിഞ്ഞാല് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട്. പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ എന്ന് വെച്ചാൽ എത്രാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട് വരണേ, അല്ലെങ്കിൽ എത്രാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് ട്രിപ്പിൾ ബോണ്ട് വരണേ, അത്രയേ ഉള്ളൂ. അതിനുശേഷം പിന്നെയും ഹൈഫൺ ഇടും. ദ്വിബന്ധനമുള്ള അല്ലെങ്കിൽ ത്രിബന്ധനമുള്ള കാർബണിന്റെ സ്ഥാനസംഖ്യ, അങ്ങനെയാണ് മലയാളത്തിൽ പറയാം കേട്ടോ. പിന്നെയും എന്ത് ചെയ്യണം? ഹൈഫൺ ഇടണം. ശേഷം സഫിക്സ്. ഇത്രേ ഉള്ളൂ. സഫിക്സ് എന്ന് വെച്ചാല് പിൻ പ്രത്യയം. സഫിക്സ് എങ്ങനെയാ വരാ? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE എന്നാണ് സഫിക്സ് വരാ. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE എന്നാണ് സഫിക്സ് വരാ കേട്ടോ. പിൻ പ്രത്യയമായിട്ട് വരുന്നത്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE എന്ന് വരും. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE I എന്നാണ് വരാ. നമുക്ക് ഇനി പേര് എഴുതി നോക്കാം. ആദ്യം പേരെഴുതുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ ഓർഡർ നോക്കിയിട്ട് എഴുതാം. അപ്പൊ താനെ നമുക്ക് ഈ ഓർഡറും ബൈഹാർട്ട് ആയിട്ട് വന്നോളൂ കേട്ടോ. അപ്പൊ നോക്കാം, വേർഡ് റൂട്ട് നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ വേർഡ് റൂട്ട് കണ്ടുപിടിക്കാൻ പോകണം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വേർഡ് റൂട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് മെയിൻ ചെയിനിലുള്ള അല്ലെങ്കിൽ മുഖ്യ ശാഖയിലുള്ള കാർബണിന്റെ എണ്ണം നോക്കിയിട്ടാണ്. ഇവിടെ 5 കാർബൺ ആണുള്ളത്. സോ വേർഡ് റൂട്ട് അല്ലെങ്കിൽ പദം മൂലം വരണത് പെന്റ് എന്നാണ് കേട്ടോ. എന്താ വരാ? പെന്റ് എന്നാണ് വരാ. പെന്റ്. വേർഡ് റൂട്ട് എഴുതി ശേഷം എന്ത് എഴുതണം? വേർഡ് റൂട്ട് കഴിഞ്ഞാല് ഹൈഫൺ ആണ്. സോ നമ്മൾ എന്തിടും? ഹൈഫൺ ഇടും. അടുത്തത് ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ആയിട്ട് വരുന്ന കാർബണിന്റെ നമ്പർ. അപ്പൊ ഏത് കാർബൺ കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട് വരണേ? 2. അപ്പൊ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ആയിട്ട് വരുന്നത് 2 എന്നാണ്. നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്പറിനെയും ലെറ്ററിനെയും സെപ്പറേറ്റ് ചെയ്ത് ഹൈഫൺ വേണം. സോ ഇവിടെയും നമ്മൾ നമ്പറിനെയും ലെറ്ററിനെയും സെപ്പറേറ്റ് ചെയ്ത് ഹൈഫൺ ഇടാണ്. അടുത്തത് സഫിക്സ്. ഇവിടെ ഡബിൾ ബോണ്ട് ആണല്ലോ. ഡബിൾ ബോണ്ട് ആകുമ്പോ സഫിക്സ് ENE എന്നാണ് വരാം. പെന്റ് ടു ഈൻ എന്നാണ് ഈ കോമ്പൗണ്ട് അല്ലെങ്കിൽ സംയുക്തത്തിന്റെ പേര്. മലയാളത്തിലും ഇങ്ങനെ തന്നെയാണ് എഴുതാ കേട്ടോ. പേര് പെന്റ് ഹൈഫൺ ടു ഹൈഫൺ ഈൻ. പെന്റ് ടു ഈൻ എന്നാണ് വരാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. എളുപ്പമാണ് കേട്ടാ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഡബിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ട് നമ്മൾ പേര് കണ്ടുപിടിച്ചു. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? ട്രിപ്പിൾ ബോണ്ട് ഉള്ള വേറൊരു കോമ്പൗണ്ട് പേര് കണ്ടുപിടിക്കാം കേട്ടാ. ഇതേപോലെ തന്നെയാണ് അവസാനം ഉള്ള പേരിൽ മാത്രമേ സഫിക്സിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. വേറൊരു വ്യത്യാസവും ഇല്ല. പിൻ പ്രത്യയത്തിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഇവിടെ ഈ എന്നുള്ളത് അവിടെ എന്താവും? അയിനാവും. വേറെ വ്യത്യാസമൊന്നും ഇല്ല. നോക്കാം, സ്ട്രക്ചർ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ കോമ്പൗണ്ട് കണ്ടു. ആദ്യം തന്നെ ഏത് ടൈപ്പ് ആണെന്ന് തിരിച്ചറിയണം. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും കണ്ടാലേ ഇത് കാറ്റഗറി ആണെന്ന് തിരിച്ചറിയാൻ യാതൊരു ഇത് ബുദ്ധിമുട്ടും ഇല്ല. ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. സോ ഏത് കാറ്റഗറി ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്യാം? കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ കൊടുക്കാം. നമ്പർ കൊടുക്കുമ്പോ എപ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും നമ്പർ ഇടണം. സോ നമ്മൾ നമ്പർ ഇടാണ് 1 2 3 4 5 6.
ഇനി എന്ത് ചെയ്യണം? ഡബിൾ ബോണ്ട് വരുന്ന അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്ന കാർബണിന്റെ സ്ഥാനം അഥവാ പൊസിഷൻ കണ്ടുപിടിക്കണം. ഏത് കാർബൺ കഴിഞ്ഞിട്ടാണോ ഡബിൾ ബോണ്ട് വരുന്നത് അതാണ് അതിന്റെ പൊസിഷൻ. അല്ലെങ്കിൽ ഏത് കാർബൺ കഴിഞ്ഞിട്ടാണോ ട്രിപ്പിൾ ബോണ്ട് വരുന്നത് അതാണ് അതിന്റെ പൊസിഷൻ. ഇവിടെ നോക്കിയേ, രണ്ടാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട് വന്നേക്കണേ. അപ്പൊ 2 എന്ന നമ്പർ ആണ് നമ്മൾ പൊസിഷനായിട്ട് സെലക്ട് ചെയ്യാം. ഇനി അടിയിൽ ഇതേപോലെ നമ്പർ ഇടാം. നോക്കിയേ, 1 2 3 4 5 6. ഇനി എന്ത് ചെയ്യാം? ട്രിപ്പിൾ ബോണ്ട് വരുന്ന അല്ലെങ്കിൽ ത്രിബന്ധനം വരുന്ന കാർബണിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാണ്. ഇങ്ങനെ നോക്കുമ്പോ വൺ വേ നോക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതിലേക്കൂടെ നോക്കുമ്പോ അതിലേക്കൂടെ മാത്രം നോക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇങ്ങനെ നോക്കുമ്പോ 4ാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് ട്രിപ്പിൾ ബോണ്ട് വരണേ. അപ്പൊ ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ വരുന്നത് 4 എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ബോണ്ട് ഉള്ള അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ദ്വിബന്ധനമുള്ള അല്ലെങ്കിൽ ത്രിബന്ധനമുള്ള കാർബണ് മിനിമം നമ്പർ കിട്ടുന്ന നമ്പറിംഗ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. 2ഉം 4ഉം നോക്കുമ്പോ 2 ചെറിയ വാല്യൂസ്, 2 എന്നുള്ള നമ്പർ നമ്മൾ സെലക്ട് ചെയ്യും. ഇനി അതിന്റെ IUPAC നെയിം എഴുതാം കേട്ടോ. IUPAC നെയിം എഴുതാം. ആദ്യം തന്നെ ഓർഡർ നമ്മൾ ഓൾറെഡി പറഞ്ഞുള്ള കാര്യമാണ് അല്ലെ. ഓർഡർ ആദ്യം തന്നെ വേർഡ് റൂട്ട് അല്ലെങ്കിൽ പദമൂലമാണ് എഴുതുന്നത്. വേർഡ് റൂട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കാർബണിന്റെ എണ്ണം നോക്കിയിട്ടാണ്. ഇവിടെ 6 കാർബൺ ആറ്റാണുള്ളത്. സോ വേർഡ് റൂട്ട് ഹെക്സ് എന്നാണ് വരാം. ഹെക്സ്. എന്ത് ചെയ്യണം? ഹൈഫൺ. എപ്പോഴും നമ്പറിനെയും ലെറ്ററിനെയും സെപ്പറേറ്റ് ചെയ്ത് ഹൈഫൺ വേണം. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ടീച്ചർ ഇത്ര ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയണം കേട്ടോ. ഇവിടെ ഹൈഫൺ ഇട്ടു. അടുത്തത് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട്. ദ്വിബന്ധനമുള്ളതോ ത്രിബന്ധനമുള്ളതോ ആയ കാർബണിന്റെ പൊസിഷൻ നമ്പർ ഇവിടെ 2 ആണ് വരാ. സോ ഹെക്സ് 2. നമ്പർ ഇട്ടതിന് ശേഷം പിന്നെയും ഹൈഫൺ ഇടാം. ഓക്കെ, ഇനി എന്താ? സഫിക്സ് അല്ലെങ്കിൽ പിൻ പ്രത്യയം. ഇത് ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ട് ആയതുകൊണ്ട് പിൻ പ്രത്യയം അല്ലെങ്കിൽ സഫിക്സ് YN എന്നാണ് വരാ. ഐൻ എന്നാണ് വരാ കേട്ടോ. അപ്പൊ ഹെക്സ് 2 ഐൻ എന്നാണ് നമ്മുടെ തന്നിട്ടുള്ള കോമ്പൗണ്ടിന്റെ IUPAC നെയിമിങ്. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ തന്നിട്ട് അതിന്റെ IUPAC നെയിം എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമിന് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ടീച്ചർ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതുപോലത്തെ ഉള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ. താങ്ക് യു.